ായ നാഷണൽ പീപ്പിൾസ് പവർ നേതാവ് അനുരകുമാര ദിസനായകെ ശ്രീലങ്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ലീഡ് ഉറപ്പിച്ചു. ഇതുവരെ എണ്ണിക്കഴിഞ്ഞ വോട്ടുകളിൽ 49% ദിസനായകെ നേടി. പ്രധാന എതിരാളിയായ സജിത് പ്രേമദാസയ്ക്ക് 29.88% വോട്ടുകളാണ് നേടാനായത്. 75കാരനായ നിലവിലെ പ്രസിഡന്റ് റനിൽ വിക്രമസിംഗെ 16% വോട്ടുകളോടെ വളരെ പിന്നിലാണ്. ഇന്നലെയാണ് ശ്രീലങ്ക പുതിയ പ്രസിഡന്റിനായി വോട്ട് ചെയ്തത്. കൂടുതൽ വിവരങ്ങൾ മനു ഭരത് നൽകും. മനു, 2022 സാമ്പത്തിക പ്രതിസന്ധിക്ക് ശേഷം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പ്. പ്രമുഖർ മത്സര രംഗത്തുണ്ടായിരുന്നു. അങ്ങനെ നിരവധി പ്രത്യേകതകൾ കൂടി ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ ശ്രീലങ്ക ഇടത്തേക്ക് ചാഞ്ഞിരിക്കുന്നു, അല്ലേ? അങ്ങനെ വേണം മനസ്സിലാക്കാൻ. കാരണം ശ്രീലങ്കയെ സംബന്ധിച്ചിടത്തോളം ഈ പുതിയ തെരഞ്ഞെടുപ്പ് ഫലം ശ്രീലങ്കയുടെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ മാറ്റും എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ 50% വോട്ട് കരസ്ഥമാക്കിയാൽ മാത്രമേ പൂർണ്ണമായി വിജയം ഉറപ്പിക്കാൻ കഴിയൂ. അങ്ങനെ ഒരു സാഹചര്യം ഇല്ലാത്തതിനാൽ ഇനി സെക്കൻഡ് പ്രിഫറൻഷ്യൽ വോട്ടുകൾ കൂടി എണ്ണേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ സ്വാഭാവികമായും ഈ അരുണ ദിസനായകെ വിജയിക്കും എന്ന ഒരു കണക്കുകൂട്ടലാണ് ഇപ്പോൾ ഉള്ളത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഈ അരുണ ദിസനായകെ അധികാരത്തിലോട് വരുന്നതിനെ വളരെ ഗൗരവമായാണ് ഉറ്റുനോക്കുന്നത്. ചൈനയുമായി ശ്രീലങ്കയുടെ ബന്ധം ഇന്ത്യ എങ്ങനെ പല ഘട്ടങ്ങളിലും ആശങ്കയോടുകൂടിയാണ് നോക്കിക്കണ്ടിട്ടുള്ളത്. അപ്പോൾ ഒരു ഇടതുപക്ഷ അല്ലെങ്കിൽ ഒരു മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ വിശ്വസിക്കുന്ന ഒരു നേതൃത്വം ശ്രീലങ്കയിൽ അധികാരത്തിൽ വരുമ്പോൾ അത് ഇന്ത്യയെ എങ്ങനെ ബാധിക്കും, ഇന്ത്യൻ ഭരണകൂടവുമായി എങ്ങനെ അവർ ബന്ധം തുടരും എന്നതിനെ സംബന്ധിച്ചൊക്കെയുള്ള ആശങ്കകൾ ഒരു വശത്ത് ഇരുണ്ടുകൂടുന്നുണ്ട്. പക്ഷേ സ്വാഭാവികമായും ശ്രീലങ്ക നേരിടുന്ന ആര്യ സൂചിപ്പിച്ച പോലെ 2002 വലിയ സാമ്പത്തിക പ്രതിസന്ധി അവിടെ ഉണ്ടായി. ഭക്ഷ്യ ഇന്ധന വില വലിയ തോതിൽ ഉയർന്നു. സാധാരണക്കാരുടെ ജനജീവിതം ദുസ്സഹമാക്കി. ആ ഘട്ടത്തിൽ നിന്നൊക്കെ ഇനി ശ്രീലങ്കയെ തിരിച്ചു കൊണ്ടുവരാനുള്ള വലിയ ദൗത്യമാണ് പുതിയ സർക്കാരിന് മുന്നിൽ ഉള്ളത്. ഈ സമാഗി ജനബലസേനയിലെ പ്രധാന പ്രതിപക്ഷ സംഘടനയായ സമാഗി ജല ബലവേഗയുടെ സജിത് പ്രേമദാസ 2ാം സ്ഥാനത്തുണ്ട്. ഏതായാലും സ്വാഭാവികമായും ആ 2ാം സ്ഥാനക്കാരനായി തന്നെ അദ്ദേഹത്തിന് നിലനിൽക്കേണ്ടി വരും എന്നാണ് കരുതുന്നത്. വളരെ താഴെത്തട്ടിൽ നിന്നുള്ള ഒരു സാഹചര്യങ്ങളിൽ നിന്നാണ് അരുണകുമാര ദിസനായകെ തൻ്റെ ജീവിതം ആരംഭിച്ചത്. കൂലിപ്പണിക്കാരൻ്റെ മകനാണ്. വീട്ടമ്മയായ അമ്മയും അങ്ങനെ കൂലിപ്പണിക്കാരനായ ഒരു അച്ഛനും ആണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അവിടെ നിന്ന് തൻ്റെ ജീവിതം രാഷ്ട്രീയത്തിലൂടെ കെട്ടിപ്പടുത്ത് ശ്രീലങ്കയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അദ്ദേഹം ഉയരുമ്പോൾ അവിടുത്തെ സാധാരണക്കാരുടെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും മനു ഭരത്താണ് വിവരങ്ങൾ നൽകിയത്.